ആരംഭനബിതങ്ങൾ അവിടുത്തെ കരങ്ങളിൽ നിന്ന് തസ്ബീഹ് ചൊല്ലി ചരൽക്കല്ലുകൾ, അവിടുത്തെ വിരലുകൾക്കുള്ളിൽ നിന്ന് നിർഗളിച്ചു വെള്ളം. ഇതെന്തിനാ പറയുന്നത്? മൂസാ നബി അലൈഹിസ്സലാമിനിക്ക് മഹാനർക്ക് നൽകപ്പെട്ട അദൃശ്യമായ വലിയ അത്ഭുതമുള്ള ഒരു വടിയിലൂടെയാണ്, ശുഐബ് നബിയിലൂടെ കൈമാറപ്പെട്ട വടിയിലൂടെയാണ്, സ്വർഗത്തിൽ നിന്നിറങ്ങിയ വടിയിലൂടെയാണ്, സൂക്ഷിക്കപ്പെട്ടു വരുന്ന വടിയിലൂടെയാണ്, താൻ തന്നെ കൊണ്ടു നടക്കുന്ന ഒരു കല്ലിലൂടെയാണ് അതിന്മേലടിച്ചാൽ വെള്ളം വരിക എന്ന അത്ഭുതം നൽകപ്പെട്ടിട്ടുള്ളതെങ്കിൽ ആ വടിയില്ലാതെ, അത്തരം കല്ലില്ലാതെ ആ വടി എന്തൊരു കൈ കൊണ്ടടിക്കുമോ അത്തരം കയ്യിൻ്റെ വിരൽ വെച്ചിട്ടു തന്നെ ആ വിരലുകളിൽ നിന്ന് വെള്ളം നിർഗളിക്കുന്ന അത്ഭുതം മൂസാ നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ട അത്ഭുതത്തിനെ വെല്ലാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ടതാണ്. പർവ്വതങ്ങൾ തസ്ബീഹ് ചൊല്ലുന്ന ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ അത്ഭുതം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ദാവൂദ് നബി തസ്ബീഹ് ചൊല്ലുമ്പോൾ പർവ്വതങ്ങൾ പരിസരത്ത് നിന്ന് കൂടി തസ്ബീഹ് ചൊല്ലും. ആ അത്ഭുതത്തിനെ വെല്ലാൻ പർവ്വതങ്ങളിൽ ഇരിക്കുന്നിടത്ത് നിന്ന് നിൽക്കുന്നിടത്ത് നിന്ന് ദാവൂദ് നബിയുടെ തസ്ബീഹ് കേൾക്കുമ്പോഴല്ലേ തസ്ബീഹ് ചൊല്ലൂ. ഇവിടെ കല്ലുകളെ കൈപ്പത്തിയിലേക്ക് കൊണ്ടുവന്നിട്ട് സ്വന്തം കരത്തിലേക്ക് മുറിച്ചു കൊണ്ടുവന്നിട്ട് ആ മുറിച്ച കല്ലുകൾ തങ്ങളുടെ കയ്യിലിരുന്ന് തസ്ബീഹ് ചൊല്ലുന്നു. തങ്ങൾ മറ്റൊരാൾക്ക് കൈമാറിയാൽ ആ കയ്യിലിരുന്നും തസ്ബീഹ് ചൊല്ലുന്നു. വേറൊരാൾക്ക് കൈമാറിയാൽ അവിടെ ഇരുന്ന് തസ്ബീഹ് ചൊല്ലുന്നു.